ഹലോ ഗായ്സ്, അപ്പോൾ സിറോദയിൽ ട്രേഡ് എടുക്കുന്നവരൊരു സംശയമാണ് എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഓർഡറിനെ പറയുന്നത് ബ്രാക്കറ്റ് ഓർഡർ എന്നാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞാൻ നേരെ ബാങ്ക് നിഫ്റ്റിയിൽ 43,000 നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നു. 43,100 തെറ്റിപ്പോയി, സോറി. നമുക്ക് 43,100 കൂടി ആഡ് ചെയ്യാം. പി ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഡൗൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ പി ആഡ് ചെയ്തത്. പിന്നെ റേറ്റ് കുറവായതുകൊണ്ട് ഞാൻ 43,200 കൂടി ആഡ് ചെയ്യാം. പി ഇപ്പോൾ 43,200 ഏകദേശം ഒരു 130 രൂപയിലാണ് പോകുന്നത്. എൽ ടി പി എന്ന് വെച്ചാൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. അപ്പോൾ ഞാൻ ലിമിറ്റ് ഓർഡറിലാണ് മേടിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 130 രൂപ ലിമിറ്റിൽ കൊടുത്തു. 132 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒക്കെ 132 കൊടുക്കാം. എന്നിട്ട് താഴെ സ്റ്റോപ്പ് ലോസ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ കൊടുക്കുന്നു. നമ്മൾ എത്ര സ്റ്റോപ്പ് ലോസ് വേണം, ഞാനൊരു എത്ര ശതമാനമാണെന്നാണ്. അപ്പോൾ ഞാനൊരു 7 വയ്ക്കാം. നമുക്ക് ഒരു 7% സ്റ്റോപ്പ് ലോസും വെച്ചു. ഞാൻ ടാർഗറ്റ് വയ്ക്കുന്ന ഒരു 20% ടാർഗറ്റും വെച്ചു. അപ്പോൾ നമ്മുടെ പ്രൈസിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 132 എന്നുള്ളത് 125 ആക്കുവാണ്. അപ്പോൾ കുറച്ച് റേറ്റിൽ നമുക്ക് മേടിക്കാമല്ലോ. 125 ഞാൻ ലിമിറ്റ് കൊടുത്തു, നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, ടാപ്പ് ടു ബൈ നിൽക്കിയാൽ മതി, നമുക്ക് ബൈ ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ലിമിറ്റ് ബൈ ചെയ്ത് 125 രൂപയ്ക്ക് കാണാൻ നിങ്ങൾക്ക് ഞാൻ ബൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അടുത്തത് നിങ്ങൾ ഇപ്പുറത്തേക്ക് മാറി വന്നു കഴിഞ്ഞാൽ GTT ഓർഡർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓർഡർ കിടക്കും. ആ ഓർഡറിൻ്റെ സൈഡിൽ OCO എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ OCO എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ക്യാൻസൽ അതർ. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസും ഓർഡറുണ്ട്, ഒരു ടാർഗറ്റ് ഓർഡറും ഉണ്ട്. ഏതെങ്കിലും ഓരോ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ നമ്മൾ 125 എടുത്തത്. 125ൻ്റെ 7% നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തത്, അതായത് 116.25. 20% ടാർഗറ്റ്, അതാണ് കാണിക്കുന്നത് 150. അപ്പോൾ ഇനി മാർക്കറ്റ് 116 വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. 150യുടെ ടാർഗറ്റ് ഓർഡർ ക്യാൻസലാവും. 150 ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. 116ൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലാവും. ഇങ്ങനെയാണ് സിറോദയിൽ ബ്രാക്കറ്റ് ഓർഡർ കൊടുക്കുന്നത്. അതായത് ഒരു സിംഗിൾ ഓർഡറിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും കൊടുക്കാൻ പറ്റും, ടാർഗറ്റും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്കിങ്ങനെ നോക്കി നിൽക്കാം. ഒന്നില്ലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാകും. എന്തായാലും നമുക്ക് ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്. ഇപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ ഒരു 7% ലോസ് പറ്റുള്ളൂ. റിസ്ക് 7%, നമ്മുടെ റിവാർഡ് 20%. അപ്പോൾ നിങ്ങളും ട്രേഡ് എടുക്കുമ്പോൾ ഇതേപോലെ ഈ സെയിം കണ്ടീഷനിൽ തന്നെ ട്രേഡ് എടുക്കുക. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കണം. നമ്മുടെ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3 ഇരട്ടി ആയിരിക്കണം. അതായത് 1:2 അല്ലെങ്കിൽ 1:3 ആയിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ ഒരു സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഒരു ട്രേഡിൽ എൻ്റർ ആവുക. ഇൻ കേസ് നമ്മൾ എൻ്റർ ആകുന്ന ടൈമിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര കൺഫേം ആയിട്ട് എൻ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. കാരണം എപ്പോഴും മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും നമുക്കധികം ലോസ് വരരുത്. നമ്മുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ 3% കൂടുതൽ ഒരിക്കലും മാർക്കറ്റിലേക്ക് ലോസായിട്ട് വിട്ടു കൊടുക്കരുത്. മാർക്കറ്റ് എന്നുകൊണ്ട് ഇന്നൊരു പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ നമുക്ക് ഈ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു പ്രീ റെക്കോർഡർ വീഡിയോ ആയിരുന്നു. ഏകദേശം നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്താറായി മാർക്കറ്റ്. ഇപ്പോൾ ഏകദേശം 133 LTP റണ്ണിങ്, 138 അപ്പോൾ ഇപ്പോൾ തന്നെ ടാർഗറ്റ് ഹിറ്റാവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി ഗൈസ്. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.